ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറാൻ വിചാരിച്ചു. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ക്ലോസ്ഡ് ആയിരിക്കുന്നു കേട്ടോ. സോ സാഡ്. മഴയായിരുന്നു അതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ചെയ്യാന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ബാട്ടബിലൊക്കെ കയറി കേട്ടോ. വെളിച്ചം പറഞ്ഞു വേണ്ടാന്ന്, എന്നാലും ഞാൻ ബാട്ടബിൽ കയറി. ഞങ്ങൾ ഞങ്ങളുടെ വീടിനോട് ബായ് പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഹോട്ടലിൽ ഇരിക്കാൻ ടൈമൊന്നും കിട്ടില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ റോണ്ട കേലിൽ ഇന്നലത്തെ ടിക്കറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിനെ. പിന്നെ ഞങ്ങൾ ട്വിൻ ടവറൊക്കെ കാണാൻ വിചാരിച്ച് അവിടേക്ക് പോവാണ്. അപ്പോൾ രാവിലത്തെയും രാത്രിയിലത്തെ വ്യൂ വേറെ രീതിയിലാണ് കേട്ടോ. ഹോട്ടലിൽ നോക്കുമ്പോൾ എന്തൊരു കുഞ്ഞിതാ ട്വിൻ ടവർ. ഇപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ 421 മീറ്റർ ഉയരത്തിലുള്ള കേൾ ടവറൊക്കെ കാണാൻ പോയി. വെയിൽ കാരണം നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കുഞ്ഞ് മിനി കേൾ ടവർ കണ്ടു. കുറേ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേൾ ടവറിൻ്റെ മുൻപിൽ വെച്ചിട്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൽ റൂം കിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ തീം പാർക്കിൽ കളിച്ചു കേട്ടോ. കുറേ ആമകളെ ഇടിക്കലായിരുന്നു പണി. അങ്ങനെ ഞങ്ങൾ ഇടിച്ച് ഒരു പരിവാക്കി കേട്ടോ ഞാൻ. പിന്നെ ബൈക്ക് റേസിങ്ങിലിരുന്നു. കളി തോറ്റെങ്കിലും കുറേ വൃത്തികേടായിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതാ എയർപോർട്ടിലേക്ക് പോവാണ്. മലേഷ്യ റോഡിനോടൊക്കെ ബായ് പറയാണ്. എയർപോർട്ടിലെത്തിയപ്പോഴാണെങ്കിലോ എനിക്ക് ഇവർ പണി തന്നു കേട്ടോ. ബാഗൊക്കെ ഇങ്ങനെ നീക്കാനൊക്കെ പണി തന്നത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാറായി. ബൈ ടു മലേഷ്യ. അങ്ങനെ മലേഷ്യനോട് കുറേ ബായൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല സങ്കടമായി മലേഷ്യയിൽ വരുമ്പോൾ. നാട്ടിലെത്തിയപ്പോൾ പിന്നെ പണി പാളി. ചപ്പഴേ പറഞ്ഞതാ ബാട്ടബിൽ കയറേണ്ടതെന്ന്. എന്നാലും ഞാൻ നെബിലൈസ് ചെയ്യുമ്പോൾ യോയോ കാണിക്കും. ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പ് ഇത്രയ്ക്കൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, സീ യു, ബൈ.